ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ ഓട്ടം ടേം പാസിംഗ് ഔട്ട് പരേഡ് സമാപിച്ചു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദേശ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം 232 കേഡറ്റുകളാണ് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. വിവിധ വിഭാഗങ്ങളിലായി 232 ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം തുടങ്ങി 7 സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള 18 കേഡറ്റുകളും പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ പരേഡ് പരിശോധിക്കുകയും അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. സദേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന, INA കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ഛദ്ദ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ബിടെക് കോഴ്സിൽ 1ാം സ്ഥാനം നേടിയ മിഡ്ഷിപ്മാൻ വിശാൽ കുമാർ പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. പരേഡിന് ശേഷം നടന്ന സ്റ്റൈപ്പിംഗ് സെറിമണിയിൽ മാതാപിതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് പുതിയ ഓഫീസർമാർക്ക് റാങ്കുകൾ അണിയിച്ചു. പ്രാഥമിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ഇവർ നാവികസേനയുടെ വിവിധ കപ്പലുകളിലും കേന്ദ്രങ്ങളിലുമായി പരിശീലനം തുടരും. ന്യൂസ് 18 ഏഴിമല. പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ട്, ഭാരമെടുക്കാനോ ജോലി ചെയ്യാനോ ആവില്ല. എന്നാൽ അംഗപരിമിതയായ ഇടുക്കി കൂട്ടാർ സ്വദേശി കൊച്ചുകാളിക്കൽ രാജി രതീഷിന്റെയും കുടുംബത്തിന്റെയും ദുരിതജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നുമില്ല. അടച്ചുറപ്പുള്ള കൊച്ചു വീടെന്ന സ്വപ്നത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളിൽ. പ്രായത്തിലുണ്ടായ അസുഖത്തെ തുടർന്നാണ് രാജിയുടെ ജീവിതം വീടിനുള്ളിലായത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഭാരമുള്ളതൊന്നും എടുക്കാൻ സാധിക്കില്ല. തറയോ കൃത്യമായ മേൽക്കൂരയോ ഇല്ലാത്ത ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിലാണ് രാജിയും ഭർത്താവും 2 പെൺമക്കളും കഴിയുന്നത്. മുൻപുണ്ടായിരുന്ന പഴയ വീട് വർഷങ്ങൾക്ക് മുൻപ് തകർന്നപ്പോൾ കടം മേടിച്ചും മറ്റും ഇത്രയും നിർമ്മാണം നടത്തുകയായിരുന്നു. സാരിയും പടുതയും ഒക്കെ വലിച്ചു കെട്ടിയ ഷെഡിലാണ് കുട്ടികൾ ഉറങ്ങുന്നത്. കൂലിവേലക്കാരനായ രതീഷിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ആരെങ്കിലും തൊഴിലുറപ്പ് നടക്കുന്ന സ്ഥലത്തെത്തിച്ചാൽ രാജി തൊഴിലുറപ്പ് ജോലിയിൽ പങ്കാളിയാകും. ഈ ഒരവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത്. അവിടെ നിന്ന് കടം മേടിച്ച് 2 റൂം, ഒരു റൂമും ഒരടുക്കള, 2 റൂമായിട്ട് കിട്ടിയതായിരുന്നു. അതിന് ഒരു റൂം കിടക്കാൻ, ആകെ ഒരു റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യമായിട്ടുള്ളത്. അടുക്കളയാണെങ്കിൽ വെള്ളം മഴ പെയ്താൽ നനയുകയൊക്കെ ചെയ്യും. പിന്നെ വഴിയില്ല. കുറേ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കൊടുത്തതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വരെ കിട്ടിയിട്ടില്ല. 10 വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസമായിട്ട്. തീരെ വയ്യാതെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരാളാണ് ഞാൻ. അടച്ചുറപ്പുള്ള വീടിനായി ഇവർ നിരവധി തവണ കരുണാപുരം പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പരിഗണിച്ചില്ലെന്നാണ് ആരോപണം. 20 സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത്. ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ വഴി പോലുമില്ല. രാജിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് പോലും വീട് നൽകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ന്യൂസ് 18 ഇടുക്കി.